യുദ്ധത്തിന്റെ ആശങ്കയിലും ചെറിയ പെരുന്നാളിനെ ആഘോഷമാക്കി ഗൾഫ് രാജ്യങ്ങൾ. ഏതു പ്രതിസന്ധിയും മറികടക്കാനുള്ള കരുത്ത് ഗൾഫിനുണ്ടെന്ന് ഭരണകർത്താക്കൾ ഈദ് സന്ദേശത്തിൽ ഓർമ്മപ്പെടുത്തി. ലക്ഷക്കണക്കിന് പ്രവാസികൾ പ്രാർത്ഥനാ ചടങ്ങുകളിൽ പങ്കെടുത്തു. ഇങ്ങനെ ഒത്തുചേർന്ന് പടച്ചവരോട് പ്രാർത്ഥിക്കുമ്പോഴും ഗൾഫിന്റെ ആകാശത്ത് ഇറാന്റെ മിസൈലുകളും ഡ്രോണുകളും ആക്രമണ ശ്രമം നടത്തുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പതിവിൽ നിന്നും മാറി പല രാജ്യങ്ങളും പള്ളികൾക്കുള്ളിൽ മാത്രമായിരുന്നു പ്രാർത്ഥനയ്ക്കുള്ള അനുമതി നൽകിയത്. UAE, ഖത്തർ, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ ഈദ്ഗാഹുകളും മൈതാനങ്ങളിലെ പ്രാർത്ഥനാ ചടങ്ങുകളും വിലക്കി. ഒമാനിൽ ഈദ്ഗാഹുകളിൽ നിരവധി പേർ പങ്കെടുത്തു. UAE-യിൽ ഷാർജയിലും ദുബായിലുമായി ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിന്റെ നേതൃത്വത്തിൽ മലയാളത്തിൽ ഈദ്ഗാഹുകൾ നടന്നു. നമ്മുടെ നാട്ടിലെ ഭരണാധികാരികൾ പോലും പറയാൻ പറ്റാത്തതാണ്. ഇവിടുത്തെ പ്രവാസികൾ ഞങ്ങളുടെ വീട്ടിലെ അംഗങ്ങളാണ് എന്നാണ് പറഞ്ഞത്. അതൊരു വല്ലാത്ത വാക്കാണല്ലോ. യുണൈറ്റഡ് ഹോം എന്നുള്ള പദമാണ് അവർ ഉപയോഗിച്ചാൽ. ബൈത്തുൽ മുവഹദ്, യുണൈറ്റഡ് ഹോമാണ് നമ്മൾ, വേറെ വീടല്ല, ഒറ്റ വീടാണ്. അപ്പോൾ സാരല്ല, പ്രതിസന്ധികൾ മറികടക്കാൻ നമുക്കാവും. റമദാൻ സത്യത്തിൽ നമ്മളെ കൊണ്ടുപോയത് അങ്ങോട്ടാണ്. ഏത് പ്രതിസന്ധികളെയും മനുഷ്യന് മറികടക്കാൻ വേണ്ടിയുള്ള ഊർജ്ജമാണ് റമദാൻ നൽകിയത്. ഷാർജ അൽഗുവൈർ മസ്ജിദിൽ മൗലവി ഹുസൈൻ കക്കാടും ദുബായ് ദേര ദൽസൂഖ് മസ്ജിദിൽ അഹമ്മദ് മൻസൂർ മദീനിയുമാണ് പെരുന്നാൾ ഖുതുബയ്ക്ക് നേതൃത്വം നൽകിയത്. യുദ്ധത്തിന്റെ ഭീതിയിലും പ്രാർത്ഥനകൾക്ക് സൗകര്യമൊരുക്കിയ ഭരണകർത്താക്കളെ പുരോഹിതരും വിശ്വാസികളും അഭിനന്ദിച്ചു. ദുബായ് ഗവൺമെന്റ് നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് ആയിരുന്നു ഈ ഒരു മാസം യുദ്ധകാലങ്ങളിൽ തന്നിരിക്കുന്നത്. അവർ വളരെ നല്ല രീതിയിൽ ഒരു ഹോം ഫീൽ മാതിരി ഞങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും അവർ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. കൂടുതൽ ഈദുകൾ ആഘോഷിക്കാനും മുസ്ലിങ്ങൾക്കും ഇതര സമൂഹത്തിനും ഐക്യത്തിലും സ്നേഹത്തിലും സംബന്ധിക്കാനും എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ. ഈ ഒരു സമയത്ത് നമ്മൾ എല്ലാവരും ഒരുമയോടുകൂടിയും സന്തോഷത്തോടുകൂടിയും സമാധാനമായിട്ടും സേഫായിട്ടൊക്കെ ഇരിക്കുക എന്നുള്ളതാണ്. പിന്നെ ഗവൺമെന്റിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുക. ആദ്യം ഇപ്പോൾ ഇതുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇത് ശരിയായതാണ്. സന്തോഷമായി. പ്രതിസന്ധി സമയത്തും നമുക്ക് അത് അനുവദിച്ചു തന്ന എല്ലാ ദുബായിന്റെ ഭരണാധികാരികൾക്കും പ്രത്യേകിച്ച് നന്ദി രേഖപ്പെടുത്തുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഏത് പ്രതിസന്ധിയും മറികടക്കാനുള്ള കരുത്താണ് റമദാൻ, കടന്നുപോയിട്ടുള്ള റമദാൻ വിശ്വാസികൾക്ക് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ പശ്ചിമേഷ്യ നേരിടുന്ന ഈ പ്രതിസന്ധിയും അതുപോലെ മറികടക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഈദ്ഗാഹുകളിൽ നിന്നും ഓരോ വിശ്വാസിയും പിരിഞ്ഞു പോകുന്നത്, പരസ്പരം ആലിംഗനം ചെയ്ത് പിരിഞ്ഞു പോകുന്നത്. ദുബായിൽ നിന്നും മുഷീർ കൊടിയിലും സുരേഷ് ഒളിവുറ്റ മാതൃഭൂമി ന്യൂസ്.